ശ്രീരാമനെ മര്യാദ പുരുഷോത്തമനായി ഭക്തജനങ്ങൾ കാണുമ്പോഴും രാമന്റെ ജീവിതം വിമർശനങ്ങൾക്ക് അതീതമാണ് എന്ന് പറയാൻ കഴിയുമോ? ആ ചോദ്യം വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. പലപ്പോഴും ശ്രീരാമനെക്കുറിച്ചും രാമായണത്തെക്കുറിച്ചുമൊക്കെ പറയുമ്പോൾ ഉയർത്തുന്ന ഒരു വിമർശനം, രാമൻ മര്യാദാ പുരുഷോത്തമനല്ല, രാമൻ്റെ ജീവിതം വിമർശന വിധേയമാണ് എന്നുള്ളതാണ്. ശരിയാണ്. ഭാരതീയ സാഹിത്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ രാമായണമാണെങ്കിലും മഹാഭാരതമാണെങ്കിലും ഒക്കെ രണ്ട് ഇതിഹാസങ്ങളാണല്ലോ പ്രധാനമായിട്ടുള്ളത്. ആ രണ്ട് ഇതിഹാസങ്ങളിൽ വരുന്ന കഥയും ഉപകഥയും ഒക്കെയാണ് മറ്റ് ഭാരതത്തിലെ മിക്ക സാഹിത്യങ്ങളുടെയും ഇതിവൃത്തമായി മാറുന്നത്. ഈ രണ്ട് ഇതിഹാസങ്ങൾ പരിശോധിച്ചാൽ ഇവിടെ നന്മയുടെ പൂർണ്ണമായ പ്രതീകവും പ്രതിനിധിയുമായി ഒരു കഥാപാത്രവുമില്ല. തിന്മ അതിൻ്റെ പ്രതീകവും പ്രതിനിധിയുമായി ഒരു കഥാപാത്രവുമില്ല. ഇനി നമ്മൾ നിത്യജീവിതത്തിലേക്ക് വരൂ. നിത്യജീവിതത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യനെ നമുക്ക് ഇയാൾ പൂർണ്ണമായും തെറ്റുകൾക്ക് അതീതനാണ്, സദ്ഗുണങ്ങളുടെ ആകാരമാണ് ഇയാൾ, സദ്ഗുണങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണിത് എന്ന് പറയാൻ സാധ്യമല്ല. എന്നാൽ രാമനെയും കൃഷ്ണനെയും ഒക്കെ വിമർശിക്കുന്നവർ, അവരുടെ വിമർശനത്തിൻ്റെ മാനദണ്ഡം എന്താണെന്നറിയാമോ? ഒരിനം സെമിറ്റിക് മതസങ്കല്പമാണ്. ഈ സെമിറ്റിക് മതസങ്കല്പങ്ങൾ നമുക്കറിയാം, അത് വിദേശ മതങ്ങളാണ്. ഈ വിദേശ മതങ്ങളിൽ പാപമെന്നും പുണ്യമെന്നും രണ്ട് മൂല്യവ്യവസ്ഥിതി ഉണ്ട്. പാപികളെയെല്ലാം നിത്യനരകത്തിലും പുണ്യവാന്മാരെയെല്ലാം നിത്യസ്വർഗത്തിലേക്കും ആക്കുന്ന ഒരു സംഭവം. അപ്പോൾ അവിടെ പാപങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു വിഭാഗം, പുണ്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു വിഭാഗം, ഈ രണ്ട് വിഭാഗത്തിൻ്റെയും ഇടയിൽ നീതി നടപ്പിലാക്കാൻ ഒരു ദൈവം, ഒരു ഫ്യൂഡൽ പ്രഭുവിനെ പോലെയുള്ളൊരു ദൈവം. ഭാരതീയ സാഹിത്യങ്ങളിൽ നിങ്ങൾക്കിത് കാണാൻ സാധ്യമല്ല. ഇവിടുത്തെ ദൈവങ്ങൾ വരെ തെറ്റ് ചെയ്യുന്നവരാണ്. കാരണം ദൈവങ്ങളൊക്കെ അവതാരങ്ങളാണ്. ഈ അവതാരങ്ങളെക്കുറിച്ച് ശ്രീരാമകൃഷ്ണ പരമഹംസർ, നമുക്കറിയാം, നമ്മുടെ ഇടയിൽ 2 നൂറ്റാണ്ട് മുമ്പ് ജീവിച്ച് കടന്നുപോയ ഒരു മഹാമനുഷ്യൻ, അദ്ദേഹം പറയുകയാണ്, എന്താണ് ഈ അവതാരം? പരിമിതിയിലുള്ള അപരിമിതൻ്റെ കളിയാണ് അവതാരം എന്നാണ് ശ്രീരാമകൃഷ്ണദേവൻ പറയുന്നത്. എന്താണ് ഈ പരിമിതി? പരിമിതി എന്ന് പറയുന്നത് മനുഷ്യ ശരീരമാണ്, ജീവശരീരമാണ്. ഈ മനുഷ്യ ശരീരത്തിലേക്ക് ഒരു ജീവൻ, ഒരു ആത്മാവ് സംക്രമിച്ചു കഴിയുമ്പോൾ അത് ദൈവമാണെങ്കിൽ പോലും, ദൈവത്തിൻ്റെ ആത്മാവാണെങ്കിൽ പോലും, ഇപ്പം രാമനെക്കുറിച്ച് അല്ലെങ്കിൽ കൃഷ്ണനെക്കുറിച്ച് പൂർണ്ണ പുണ്യാവതാരം എന്നൊക്കെ പറയും. പക്ഷേ ഈ മനുഷ്യൻ എന്ന പരിമിതി അയാൾക്കുണ്ട്. ഇപ്പം രാമനെ സംബന്ധിച്ച് സാധാരണ മനുഷ്യൻ, ആ സാധാരണ മനുഷ്യൻ്റെ സംഘർഷങ്ങളിലൂടെ രാമൻ കടന്നുപോയി, കൃഷ്ണൻ കടന്നുപോയി. അപ്പം ആ സംഘർഷങ്ങളിൽ നീതി ഏത് അനീതി ഏത് എന്ന് വ്യവച്ഛേദിച്ച് നിർണയിക്കുന്ന മുഹൂർത്തങ്ങളിൽ സംഘർഷഭരിതമായിരുന്നു അവരുടെ ജീവിതം. രാമൻ ജീവിച്ചത് മൂല്യങ്ങളെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. കൃഷ്ണൻ ജീവിച്ചത് ആ കാലഘട്ടത്തിലെ മൂല്യങ്ങളെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയാണ്. മൂല്യനിരാസത്തിനെതിരെയുള്ള ഒരു പോരാട്ടമായിരുന്നു ഇവരുടെയൊക്കെ ജീവിതം എന്ന് കാണാൻ സാധിക്കും. രാമൻ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി എന്താണ്? രാവണൻ എന്ന് പറയുന്ന ഒരു ബഹുമുഖ പ്രതിഭ. ഈ രാവണൻ എന്ന് പറയുന്ന വില്ലൻ, രാമായണത്തിലെ വില്ലനാണല്ലോ രാവണൻ. ആ വില്ലനിൽ പോലും നന്മയുണ്ട്. ഇപ്പം നിങ്ങൾക്കൊരു യൂറോപ്യൻ സാഹിത്യത്തിലോ സെമിറ്റിക് മതത്തിലോ ഇത് കാണാൻ സാധ്യമല്ല. രാവണനെ പൂർണ്ണമായും കറുപ്പ് ചായം കൊണ്ടായിരിക്കും ചിത്രീകരിക്കുക. ഇവിടെ രാമനെ പൂർണ്ണമായും വെളുപ്പ് ചായം കൊണ്ടായിരിക്കും ചിത്രീകരിക്കുക. ഇവിടെ അങ്ങനെയല്ല. രാവണൻ സാമവേദിയാണ്. ഇവിടെ പലരും പറയും രാവണ യുദ്ധം എന്ന് പറഞ്ഞാൽ സവർണനും അവർണനും തമ്മിലുള്ള യുദ്ധമാണ്, ബ്രാഹ്മണിക്കൽ ഹെജിമണിയാണ് രാമൻ്റേത്. ഇവിടെ ഒന്നാം തരം ബ്രാഹ്മണനാണ് രാവണൻ. ഞാൻ പറഞ്ഞല്ലോ, വാൽമീകി ബ്രാഹ്മണനായിരുന്നു. എല്ലാ തോന്നിവാസം ചെയ്ത വാൽമീകി എന്ന് പറയുന്ന ആൾ, രത്നാകരൻ എന്ന് പറയുന്ന വ്യക്തി പൂർവാശ്രമത്തിൽ ബ്രാഹ്മണനായിരുന്നു. ഇവിടെ രാവണൻ സാമവേദിയായ രാവണൻ സമൂഹത്തിൽ നടത്തുന്ന, ഇന്നത്തെ കേരളത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു സെൽഭരണം, ഒരു ഫാസിസം, രാവണൻ അടിച്ചേൽപ്പിച്ച ഫാസിസം, അടിമത്തം, കണ്ടമാനം സ്ത്രീകളെ ഉപദ്രവിച്ച ആളാണ് രാവണൻ. മേനക, രംഭ, തിലോത്തമ ഇവരൊക്കെ രാവണൻ്റെ ലങ്കയിലെ എന്താ പറയുക അടിമവേലക്കാരും ഒക്കെയായിരുന്നു. രാവണൻ്റെ സ്ത്രീ പീഡനത്തിന് ഇരയാകാത്ത ഒറ്റ പെണ്ണുങ്ങളും ആ കാലത്ത് ജീവിച്ചിട്ടില്ല.
അവിടെയാണ് ഏകപത്നി വ്രതക്കാരനായ രാമൻ ഈ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മൂല്യത്തെ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. രാവണവധമാണോ രാമൻ്റെ അവതാര ഉദ്ദേശം എന്ന് ചോദിച്ചാലല്ല. രാവണവധം അതിലൊന്നു മാത്രമാണ്. രാമൻ്റെ ജീവിതമാണ് ആ കാലഘട്ടത്തിന് നൽകുന്ന സന്ദേശം. ഓരോ യുഗങ്ങൾക്കും അതിൻ്റെതായ രീതി മര്യാദകളുണ്ട്. ആ മര്യാദ വെച്ച് നോക്കുമ്പോൾ രാമൻ്റെ ജീവിതം അക്കാലത്തെ ഏറ്റവും സംശുദ്ധമായ ജീവിതമാണ്, ഏറ്റവും മാതൃകാപരമായ ജീവിതമാണ്. അവിടെ രാമൻ സീതയെ വീണ്ടെടുക്കാൻ വേണ്ടി നടത്തുന്ന പരിശ്രമം, സീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുന്നു, രംഭ തിലോത്തമ മേനകമാരെയൊക്കെ അപഹരിച്ചു കൊണ്ടുപോകുന്ന അതേ ലാഘവത്തോടു കൂടി തന്നെയല്ലേ രാമൻ്റെ ധർമ്മപത്നിയായ സീതയെ രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുന്നു. ലങ്കയിൽ കടലിൻ്റെ നടുവിലെ കൊണ്ടുപോയി ഏകാന്തമായി പാർപ്പിക്കുകയാണ്. അവിടെ സീത എന്ന് പറയുന്ന ആ സ്ത്രീയെ വേണമെങ്കിൽ മറന്നുകൊണ്ട് രാമന് മറ്റൊരു സ്ത്രീയെ വിവാഹം കഴിക്കാം. അവിടെ രാമൻ അതിന് തയ്യാറാകുന്നില്ല. സുന്ദരിമാരായ സ്ത്രീകളെ അന്ന് ലഭ്യമല്ലാത്തത് കൊണ്ടല്ലോ. എന്ന് മാത്രമല്ല, രാമനെ അയോധ്യയിൽ നിന്ന് നാടുകടത്തിയതല്ല. ഒരു പുത്രൻ പിതാവിനോട് ചെയ്ത വാക്ക് പാലിക്കാൻ വേണ്ടി 14 വർഷം കാട്ടിലേക്ക് വന്നതാണ്. തൻ്റെ ധർമ്മപത്നി എന്ന് പറഞ്ഞാൽ ഭാവിയിലെ അയോധ്യയുടെ രാജ്ഞിയാണ് സീത. ആ സീതയെ നഷ്ടപ്പെട്ടു പോയപ്പോൾ വേണമെങ്കിൽ രാമന് ഇന്നത്തെ കാലത്ത് ഭാഷയിൽ പറഞ്ഞ ഒരു മിസ്ഡ് കോൾ കൊണ്ട് അയോധ്യയിലെ മുഴുവൻ സൈന്യത്തെയും കൊണ്ടുവരാമായിരുന്നു. ചെയ്തില്ല. രാമൻ എന്താ ചെയ്തത്? ഭരതൻ എന്തിനു തയ്യാറാണ്? ഭരതൻ ജ്യേഷ്ഠൻ്റെ പാതുക മെതിയടി സിംഹാസനത്തിൽ വെച്ച് പൂജിച്ചുകൊണ്ട് 14 വർഷം കഴിയണം അവിടെ. ഒന്ന് ഞൊടിച്ചു വിളിച്ചാൽ ഭരതനും സർവ്വസൈന്യങ്ങളും വരും. രാമൻ അത് ചെയ്തില്ല. രാമൻ എന്താ ചെയ്തത്? ദക്ഷിണ ഭാരതത്തിലെ പിന്നോക്ക സമുദായങ്ങളെ സംഘടിപ്പിച്ചു. അവരാണ് കുരങ്ങന്മാർ. മൃഗങ്ങളെ സംഘടിപ്പിച്ചു, അല്ലേ? ജാമ്പവാൻ എന്ന് പറയുന്ന ഒരു കരടിയാണ്. ഹനുമാൻ എന്ന് പറയുന്ന കുരങ്ങൻ കോൺഷ്യസ് ലെവലിൽ കുറച്ച് ഉയർന്നു നിൽക്കുന്ന നമ്മുടെ ദക്ഷിണ ഭാരതത്തിലെ പിന്നോക്ക സമുദായത്തിലെ ഒരു നേതാവായിരുന്നു ഹനുമാൻ എന്ന് പറയേണ്ടി വരും. ജാമ്പവാൻ എന്ന് പറയുന്ന ആ ഒരു കരടി പക്ഷികൾ എത്രയായിരുന്നു? അണ്ണാറക്കണ്ണനെ അടക്കം സംഘടിപ്പിച്ചുകൊണ്ടൊരു സൈന്യം ഉണ്ടാക്കി. അതല്ലേ ഒന്നാം തരം സംഘാടകനായി മാറിയില്ലേ? അവിടെ ഇത്തരത്തിലുള്ള യാതൊരു ഭേദവിചാരങ്ങളുമില്ലാതെ, യാതൊരു തരത്തിലുള്ള ഭേദവിചാരം, ഒരു സാമാന്യ യുക്തി കൊണ്ട് ഈ കാവ്യത്തെ സമീപിച്ചാൽ രാമസൈന്യത്തിലുള്ള ആരാ? ദക്ഷിണ ഭാരതത്തിലെ അരോഗ ദൃഢഗാത്രന്മാരായ ആദിമഗോത്ര വിഭാഗമാണ്. കേവലം കുരങ്ങന്മാരല്ല അവർ. അതുകൊണ്ടാണ് ഞാൻ മുന്നേ കുരങ്ങു പട്ടണയുടെ ഉദാഹരണമൊക്കെ പറഞ്ഞത്. അവിടെ നിന്നും സീതയെ വീണ്ടെടുത്തു. രാമനെതിരെയുള്ള വലിയൊരു ആരോപണം, വീണ്ടെടുത്ത സീതയെ അഗ്നിപരീക്ഷയ്ക്ക് ഉത്തരരാമായണത്തിലാണ് കഥ പറയുന്നത്. ഉത്തരരാമായണം പ്രക്ഷിപ്തമാണ്, പിന്നീട് കൂട്ടിച്ചേർത്തതാണ് എന്ന് നമുക്കറിയാം. അവിടെ സീതയെ വീണ്ടെടുത്തു, അഗ്നിപരീക്ഷയ്ക്ക് വിധേയമാക്കി. എന്തിനാണ് അത് ചെയ്തത്? അവിടെ ഒരു ഭരണാധികാരി എന്നുള്ള നിലയ്ക്ക് ജനങ്ങളുടെ വാക്ക് ശ്രവിക്കേണ്ടതുണ്ട്. സീതയെ സംബന്ധിച്ച് ജനങ്ങൾ സംശയം ഉന്നയിക്കുമ്പോൾ അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കേണ്ടത്. സീസറിൻ്റെ ഭാര്യ സംശുദ്ധയായിരിക്കണം എന്ന് യൂറോപ്യൻ സമൂഹം പറയുന്നത് പോലെ രാമൻ്റെ ഭാര്യയും സംശുദ്ധയായിരിക്കണം. സംശുദ്ധയാണ് എന്ന കാര്യത്തിൽ രാമന് സംശയമൊന്നുമില്ല. പക്ഷേ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഇനി സാമൂഹ്യ നീതിക്കായി നിലകൊള്ളുന്ന സമയത്ത് ഏതു വ്യക്തിക്കും വ്യക്തി സുഖം നഷ്ടപ്പെടും. രാമന് പലപ്പോഴും സീതയെക്കുറിച്ച് വിലപിക്കുന്നു. സീതയെ നഷ്ടപ്പെടുമ്പോൾ വിലപിക്കുന്ന ഒരു പച്ച മനുഷ്യനായി മാറുന്നു. രാമൻ ഈശ്വരാവതാരമല്ലേ? ആ ഈശ്വരീയ ശക്തി ഉപയോഗിച്ചുകൊണ്ട് വേണമെങ്കിൽ സീതയെ വീണ്ടെടുക്കാൻ മേലെ ഒന്നും ചെയ്തില്ലല്ലോ. ഞാൻ പറഞ്ഞ പോലെ അയോധ്യയിൽ നിന്ന് സൈന്യത്തെ വരുത്തിയില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ സാധാരണ മനുഷ്യൻ്റെ ദുഃഖങ്ങളും വിചാരങ്ങളും ഒക്കെയാണ് രാമനിൽ പ്രവർത്തിക്കുന്നത്. ദണ്ഡകാരണ്യം, ഇന്ന് നമ്മുടെ മാവോയിസ്റ്റുകളൊക്കെ ഒരു കാലത്ത് അഴിഞ്ഞു ആടിക്കൊണ്ടിരുന്നത്, ഇപ്പോൾ മാവോയിസ്റ്റുകളുടെയൊക്കെ വംശവിച്ഛേദം വരുത്തി. ദണ്ഡകാരണ്യം എന്ന് പറയുന്ന സ്ഥലമാണ്. ഈ ദണ്ഡകാരണ്യത്തിലെ താടകയെ അമ്പെയ്തു കൊന്നത് മഹാ അപരാധമാണ് എന്ന് പറയുന്നവരുണ്ട്. എപ്പോഴാണ് രാമൻ താടകയെ വധിക്കുന്നത്? ദണ്ഡകാരണ്യത്തിൽ സാമാന്യ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാക്കുന്നു. താടക മാംസം കഴിച്ചത് കൊണ്ടല്ല പ്രശ്നം ഉണ്ടാവുന്നത്.
അവിടുത്തെ ജനവിഭാഗങ്ങളുടെ ഒരു വിഭാഗത്തിൻ്റെ ആരാധനയെ തടസ്സപ്പെടുത്തി, ആരാധനാ സ്വാതന്ത്ര്യത്തെ തടസ്സപ്പെടുത്തി, യാഗക്രമത്തെ അട്ടിമറിച്ചു. ഇറച്ചി കഴിച്ചത് കൊണ്ടാണ് താടകയെ വധിച്ചതെന്നൊക്കെ പറയുന്നു. മാംസാഹാരം നിഷിദ്ധമാണ്. അങ്ങനെയല്ല, രാമൻ ഇറച്ചി കഴിച്ചിട്ടുള്ള ആളാണ്. കാനനവാസത്തിന് ഇറങ്ങിത്തിരിച്ച രാമൻ കാട്ടിലെത്തിയിട്ട് മാനിനെ വേട്ടയാടി പിടിച്ച് സീതയും ലക്ഷ്മണനും ഒക്കെ ചേർന്ന് ആഹാരം പാചകം ചെയ്ത് കഴിക്കുന്നുണ്ട്. അല്ലാതെ കാട്ടിനകത്ത് മസാല ദോശ കിട്ടുമോ? രാമനും ലക്ഷ്മണനും കഴിക്കാൻ കാട്ടിനകത്ത് ആരെങ്കിലും മസാല ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും രാമൻ മാംസാഹാരം കഴിച്ചിട്ടുണ്ട്. രാമൻ ഉപവാസവും എടുത്തിട്ടുണ്ട്. പല സന്ദർഭങ്ങളിലും രാമൻ ഉപവാസം എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. സീതയും രാമനും ഒക്കെ ഉപവാസം ഇരിക്കുന്നു. അപ്പം ഇവിടെ താടകയെ വധിക്കാൻ കാരണം ഒരു ജനപദത്തെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിൽ, അത് സ്ത്രീ ആയതുകൊണ്ട്. ഇപ്പോൾ ശ്രീലങ്കയിൽ LTTക്കാർ സ്ത്രീകളുണ്ടായിരുന്നു. ശ്രീലങ്കയിലെ സിംഹള സൈന്യം സ്ത്രീകളാണ് എന്ന പരിഗണന കൊടുത്ത് LTTക്കാരെ സ്ത്രീകളെ കൊല്ലാതിരുന്നില്ല. ഇപ്പോൾ ഭാരതത്തിൽ ഈ പറയുന്ന ദണ്ഡകാരണ്യത്തിൽ, ഛത്തീസ്ഗഡിൽ, അല്ലെ ആന്ധ്രയിൽ അനേകം സ്ത്രീകൾ മാവോയിസ്റ്റുകളിൽ AK-47 സൈന്യത്തോട് യുദ്ധം ചെയ്യുന്നുണ്ട്. സ്ത്രീകളായതുകൊണ്ട് കൊല്ലാതിരുന്നിട്ടില്ല. അത്രയേ രാമനും ചെയ്തുള്ളൂ. രാമൻ സ്ത്രീ വിരുദ്ധനായെങ്കിൽ അഹല്യ എന്ന് പറയുന്ന സ്ത്രീ തൻ്റേതല്ലാത്ത കുറ്റം കൊണ്ട് ശാപമേറ്റ് പാറയായി കിടന്നു. ആ പാറയായി കിടന്ന അഹല്യയ്ക്ക് രാമൻ്റെ പാദസ്പർശം കൊണ്ട് മോക്ഷം കിട്ടുകയാണ്. അഹല്യയ്ക്ക് നീതി കൊടുക്കാൻ വേണ്ടി കൂടിയാണ് രാമൻ കാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ സ്ത്രീയോടുള്ള രാമൻ്റെ കരുതൽ അവിടെ തീരുന്നില്ല. രാമൻ ജാതിവാദിയായിരുന്നെങ്കിൽ ശബരി എന്ന് പറയുന്ന കാട്ടാള സ്ത്രീ, രാമനെ ഭജിച്ചിരുന്ന ശബരി എന്ന കാട്ടാള സ്ത്രീ, അവർക്ക് ദർശനം കൊടുക്കാൻ വേണ്ടി ആ കാട്ടിപ്പോവുകയാണ്. അവർ കഴിച്ച ആഹാരത്തിൻ്റെ ബാക്കി രാമൻ കഴിക്കുകയാണ്. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട, ഇന്നത്തെ പരിഗണന വെച്ചിട്ട് ഷെഡ്യൂൾഡ് ട്രൈബാണ് ശബരി. അപ്പോൾ ആ ശബരിക്ക് നീതി കൊടുക്കാൻ വേണ്ടി, ശബരിക്ക് സാമൂഹ്യ അംഗീകാരം നേടിക്കൊടുക്കാൻ വേണ്ടി രാമൻ നടത്തുന്ന യാത്രയല്ലേ രാമായണം. അപ്പോൾ അവിടെ രാമനെ വിമർശിക്കുന്നവർ, ഇനിയും നിരവധി വിമർശനങ്ങളുണ്ട് രാമൻ്റെ പേരിൽ. അപ്പം രാമനെ സംബന്ധിച്ച് ഉത്തര രാമായണത്തിലേക്ക് വരുമ്പോൾ ഈ സംഘർഷഭരിതമായ ജീവിതത്തിൽ നിന്നും രാമൻ സരയുലേക്ക് ഇറങ്ങിപ്പോകുന്നതായിട്ടാണ് കഥ. രാമൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി രാമൻ സുഖമറിഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് രാമൻ സുഖമറിഞ്ഞില്ല? സമൂഹത്തിന് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ, ലോക കല്യാണത്തിന് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ വ്യക്തിപരമായ നിരവധി നഷ്ടങ്ങളും കഷ്ടങ്ങളും ഉണ്ടാകും എന്നതിൻ്റെ ഒന്നാന്തരം ഉദാഹരണമാണ് രാമൻ. ഒരു രാഷ്ട്രീയക്കാരൻ, രാമൻ ഒരു രാഷ്ട്രീയക്കാരനും കൂടിയാണ്. അധികാരം ത്യജിച്ച രാഷ്ട്രീയക്കാരൻ. വേണമെങ്കിൽ അധികാരം പിടിച്ചെടുക്കാമായിരുന്നു അച്ഛനിൽ നിന്ന്, പിടിച്ചെടുത്തില്ല. അധികാരം സ്വീകരിച്ച സമയത്ത് പോലും സമൂഹത്തിൻ്റെ ഇംഗിതമനുസരിച്ച് സ്വന്തം സ്വകാര്യ ജീവിതം ചിട്ടപ്പെടുത്തി. അവിടെയാണ് സീതയെ കാട്ടിൽ ഉപേക്ഷിക്കുന്നത്. സമൂഹത്തിൻ്റെ ഹിതത്തിന് വേണ്ടി സ്വകാര്യ ജീവിതത്തെ ചിട്ടപ്പെടുത്തി. എൻ്റെ ഭാര്യയെ ചോദ്യം ചെയ്യാൻ നിങ്ങളാരെ എന്ന് രാമൻ ചോദിച്ചില്ല. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ, ഒരു സാമൂഹിക നേതാവ് സ്വകാര്യ ജീവിതത്തിലെ സുഖങ്ങൾ പലതും ത്യജിക്കേണ്ടി വരുമെന്നതിൻ്റെ ഒന്നാന്തര ഉദാഹരണമാണ് രാമൻ. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധി ഭാരതത്തെ രാമരാജ്യമാക്കണമെന്ന് പറഞ്ഞത്. രഘുപതി രാഘവ രാജാറാം എന്ന ജീവിതകാലം മുഴുവൻ ഗാന്ധി പാടി നടക്കാൻ കാരണം രാമൻ മര്യാദാ പുരുഷോത്തമനായതുകൊണ്ടാണ്. ജീവിത സംഘർഷങ്ങളിൽ രാമന് പലപ്പോഴും സങ്കീർണമായ സന്നിഗ്ധമായ ഘട്ടത്തിൽ പല തീരുമാനങ്ങളും എടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതിൽ തെറ്റും ശരിയും ഉണ്ടായേക്കാം. നമുക്ക് രണ്ടും പറയാം. രാമൻ്റെ ആ ഭാഗം തെറ്റായിരുന്നു എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരാരും ആത്യന്തികമായി തെറ്റുകൾക്ക് അതീതമല്ല എന്നുള്ളതാണ്. എന്തുകൊണ്ട് തെറ്റുകൾക്ക് അതീതമല്ല? അവർ മനുഷ്യരായതുകൊണ്ട്. രാമൻ മനുഷ്യനായിരുന്നു. തെറ്റുകൾക്ക് അതീതമായ പൂർണ്ണ സംശുദ്ധരായ ആൾക്കാർ എന്ന് പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കുന്ന സെമിറ്റിക് കൺസെപ്റ്റ്, ആ കൺസെപ്റ്റിൻ്റെ മാനദണ്ഡം വെച്ച് രാമനെയും രാമായണത്തെയും അളക്കാൻ ശ്രമിക്കുന്ന കേരളത്തിലെ ഇപ്പോഴത്തെ നിയോ അക്കാദമിക് പണ്ഡിതന്മാർ, അത് പണ്ടുമുണ്ട്. അവർക്ക് രാമനും രാമായണവും ഇപ്പോൾ ഒരു തടസ്സമാണ്. കാരണം സാമൂഹ്യ വ്യവസ്ഥിതിയിൽ മൂല്യങ്ങൾ തകരുമ്പോൾ രാമനും രാമായണവും ഒക്കെ ഈ മൂല്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. മൂല്യരഹിതമായ
അരാജക അവസ്ഥയിൽ നിന്ന് ഊർജം സംഭരിക്കാൻ ശ്രമിക്കുന്ന ഇത്തരം രാഷ്ട്രീയ കുബുദ്ധിജീവികൾ, അക്കാദമിക മേഖലയിൽ പതിയിരിക്കുന്ന ഇത്തരം അപകടങ്ങൾ, അവരാണ് രാമനെയും രാമായണത്തെയും എതിരെ പ്രചരണം നടത്തുന്നത്. വസ്തുനിഷ്ഠമായി ഇത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് സത്യങ്ങൾ ബോധ്യപ്പെടുന്നതാണ്.